വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു വാട്ടർ 18 ഡേ വീഡിയോ കണ്ടാലോ. രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ നേരെ കിച്ചണിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും എടുത്ത് വന്നു. അമ്മ ഇന്ന് നല്ല ഇഡ്ഡലിയും ചട്നിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യമൊന്നും എനിക്ക് ഇഡ്ഡലി അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഞാൻ അത് കഴിക്കാറുള്ളൂ. അങ്ങനെ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു. അവീവനെ എനിക്കൊരു സ്ഥലം വരെ ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അവളെ സ്കൂളിൽ ഓണത്തിൻ്റെ ഫങ്ഷൻസ് ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾക്ക് ഔട്ട്ഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവൾ പോകുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സുമായിട്ട്. അപ്പോൾ അവൾ ഫസ്റ്റ് ടൈം ആയിരുന്നു അങ്ങനെ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും അമ്മ നല്ല മോര് കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് തൂവുക. അപ്പോൾ ലഞ്ചിനായിട്ട് ആ വെണ്ടക്ക മോര് കറിയും ചോറും മുട്ട പൊരിച്ചതും അച്ചാറുമായിരുന്നു. ഈത്തപ്പഴത്തിൻ്റെ അച്ചാറാണ്, ഭയങ്കര ടേസ്റ്റായിട്ടുള്ള അച്ചാറാണ്. പിന്നെ എനിക്ക് കുറച്ച് എൻ്റെ ജ്വല്ലറീൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഹൈബിസ്കസിൽ ഇപ്പോൾ ഉള്ള ജ്വല്ലറിയൊക്കെയാണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഐറ്റമാണിത്. നമ്മളെ പേജിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു സാധനവും കൂടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓണം ഓഫറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹൈബിസ്കസിൽ ചെക്ക് ചെയ്ത് നോക്കാം. 399 ഞാൻ 299 ഇത് സെല്ല് ചെയ്യുന്നത്. അപ്പം നല്ല ഓഫറാണ്, നിങ്ങളെന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ഡെലിവറിയാണ് ചെയ്യുന്നത്. വേഗം തന്നെ നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടും. അപ്പം നിങ്ങളെന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോഴത്തേക്ക് അമ്മ ഈ വൈകുന്നേരത്തേക്കുള്ള പഴംപൊരി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഈ പഴംപൊരി എങ്ങനെയാണ് പഠിച്ചത്? ദിയേൻ്റെതാ? ദിയേൻ്റെ അമ്മായിയമ്മയില്ലേ, അശ്വിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന എത്രയും നൈസായിട്ട് നമ്മളെ ഇതില്ലേ, നമ്മുടെ ഇതിൻ്റെ ബാറ്ററിൽ കുറച്ച് അരിപ്പൊടിയല്ല, നമ്മളെ ഇഡ്ഡലി ദോശ മാവില്ലേ, ഇഡ്ഡലി ദോശ മാവ് ചേർത്തിട്ടുണ്ടാക്കിയതാ. ബാറ്ററിൽ ഇഡ്ഡലി ദോശ മാവ് കുറച്ച് 2 സ്പൂൺ. ഇന്നിവിടെ രാവിലെ ഇഡ്ഡലി ആയിരുന്നില്ലേ, സോ ബാറ്റർ ഉണ്ടായിരുന്നു. നല്ലോണം പൊങ്ങി വരുന്ന പഴംപൊരിയാണ്. പക്ഷെ ഇന്ന് മഴേൻ്റെ ഒരു കുറവുണ്ട്. മഴയത്ത് പഴംപൊരി കഴിക്കാൻ അത് വേറെ തന്നെ ഒരു സുഖമാണ്. ഈ ചട്ടിക്ക് എന്താ ഇങ്ങനത്തെ കളറ്? നമ്മുടെ സൺഫ്ലവർ ഓയിലില്ലേ, അതുകൊണ്ട് ഞാൻ 2 ദിവസം ഉണ്ടാക്കിയിരുന്നു. ഇത് പോകുന്നില്ല, 10 പൊരിച്ചിന് അങ്ങനെ വന്നത്. സൺഫ്ലവർ ഓയിൽ നല്ലതല്ല, ഏറ്റവും നല്ല കുക്കിങ്ങിന് ഒരു നമ്മളെ കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ നല്ലതല്ല. ഗൈസ്, ചൂട് ചൂട് പഴംപൊരി ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കട്ടെ. അങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ചപ്പോൾ എനിക്കൊരു കോഫി കുടിക്കാൻ തോന്നി. അതും കോഫി പുതിയൊരു നെസ്കഫേൻ്റെ ഒരു ഐസ്ഡ് കോഫി എന്ന് പറഞ്ഞിട്ടുള്ള, അത് ഞാൻ കാണിച്ചു തരാം. അതാ ഇത് ഐസ് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്ഡ് കോഫിക്കായിട്ട് സ്പെഷ്യലി ആക്കിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കുറേ ദിവസമായി കാണുന്നത്. അപ്പോൾ ഇത് പോയിട്ട് വാങ്ങിയിട്ട് ഐസ്ഡ് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഒരു ഐസ്ഡ് കോഫി ഫാനാണ് കേട്ടോ ഞാൻ. അപ്പം അതുണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു രാത്രിയായപ്പം. ഞാനപ്പം അവീവ് എന്നോട് ക്ലിപ്പിൻ്റെ ചോദിക്കുകയായിരുന്നു. ഞാൻ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന ക്ലിപ്പാണ്. അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ ഡിന്നറിന് ചപ്പാത്തി. ഇത് വേറെ തന്നെ ഒരു തരം ചപ്പാത്തിയാണ് കേട്ടോ. നമ്മൾ നോർമലി കാണുന്നൊരു ചപ്പാത്തിയല്ല. അതിൻ്റെ റെസിപ്പിയൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പം അതും ചിക്കൻ്റെ ഒരു കറിയായിരുന്നു ഉണ്ടായിരുന്നത്. കറിക്ക് എന്തോ പേരുണ്ടല്ലോ, ഇടയ്ക്ക് ഇങ്ങനെയാണ്, സിമ്പിൾ കാര്യങ്ങളായിരിക്കും പക്ഷെ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. പിന്നെ ഞാൻ പോയി ബോഡി വാഷ് ചെയ്തു. ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാറില്ല കേട്ടോ. എൻ്റെ ഹെയർ നല്ലോണം കൊഴിയും അങ്ങനെ ചെയ്യുമ്പം. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഡെയിലി ചെയ്യാറില്ല. ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണല്ലോ അങ്ങനെ. അപ്പം എനിക്ക് നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ സ്കിൻ ആകെ തകർന്ന് തരിപ്പണായിട്ടിരിക്കുകയാണ്. എനിക്ക് ക്ലൈമറ്റ് ഇവിടുത്തെ അങ്ങ് സെറ്റാകുന്നില്ല, ആകെ മോശമായി. അല്ലെങ്കിൽ എനിക്ക് പിമ്പിൾസൊക്കെ ഇങ്ങനെ വന്നിട്ട് പറയാൻ നേരം എനിക്ക് പേടിയാവാം. അങ്ങനെ വരാറേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷമാണ്
ഇങ്ങനെ ഇത്രയും കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ പിമ്പിൾ വരുന്നത്. ആ ഒരു വിഷമമൊക്കെ എനിക്കുണ്ടായിരുന്നു. ആ വിഷമത്തിൽ ഞാൻ ഫേസൊക്കെ നല്ലോണം വാഷ് ചെയ്ത് ഞാൻ മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഇടയ്ക്കൊക്കെ അങ്ങ് മടി പിടിച്ചിട്ട് സ്കിൻ കെയർ അങ്ങ് സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങനെയൊന്നുമല്ല, അവിടുന്ന് ഡെയിലി ഇപ്പം 5 സ്റ്റെപ്പ് സ്കിൻ കെയർ ആണെങ്കിലും അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ്. ഇത് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു ബോഡി ലോഷനാണ്. ഇത് വിക്ടോറിയ സീക്രട്ടിൻ്റെ. ഞാൻ ബ്രാൻഡ് അങ്ങനെ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. നല്ലതാണ് കേട്ടോ, നല്ല മണമൊക്കെയാണ്. പിന്നെ ഞാൻ ഹൈഫൻ്റെ ലിപ് ബാമാണ് ഈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. 2 വീക്സ് മുന്നേ അങ്ങനെ വാങ്ങിയതായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ പറയാം കേട്ടോ. ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിലതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമ്മളെ ലിപ്സ് അപ്പോൾ ഡാർക്കായി പോകും. അപ്പോൾ ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ കുട്ടി വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.